നമസ്കാരം. മാറാത്തത് മാറിയാൽ നാറാത്തത് നാറുമെന്ന് പറയുന്നത് എത്ര കൃത്യമാണ്. രണ്ട് നഗരസഭകൾ, തിരുവനന്തപുരം, കൊച്ചി, കേരളത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന രണ്ട് പ്രബലരാണ്. രണ്ടുപേരും നഗരസഭാ ഭരണം കിട്ടി ഒരു മാസം പിന്നിടുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കക്കൂസ് മാലിന്യം തിരുവനന്തപുരം നഗരത്തിൽ പൊട്ടിയൊലിച്ച് മൂക്കുപൊത്താൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഒന്ന് ദൃശ്യം നോക്കിയേ. ഇടതുഭരണം അവസാനിച്ചതോടെ കേരളത്തിലെ രണ്ടു പ്രധാന നഗരങ്ങൾ പഴയ നിലയിലേക്ക് മടങ്ങുകയാണ്. കൊച്ചിക്ക് പിന്നാലെ തലസ്ഥാന നഗരിയും ഇപ്പോൾ പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് മേയർ അധികാരത്തിലെത്തി കേവലം ഒരു മാസം പിന്നിട്ടപ്പോഴാണ് കൊച്ചിയിലെ നിരത്തുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയത്. ദുർഗന്ധം വമിക്കുന്ന പാതയോരങ്ങളെക്കുറിച്ച് പരാതിയുമായി പൊതുജനങ്ങളും രംഗത്തെത്തിയിരുന്നു. കൊതുക് ശല്യവും വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോഴിതാ തേനും പാലും ഒഴുക്കുമെന്ന് അവകാശപ്പെട്ട് BJP അധികാരം പിടിച്ച തിരുവനന്തപുരം നഗരവും നാറാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മാലിന്യം നിരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പൊട്ടിയൊലിക്കുന്ന ഓടകൾ പതിവ് കാഴ്ചയായി. ഇതാണോ സംഘികൾ പറഞ്ഞ ബ്ലൂ പ്രിന്റ്? ഇതാണോ അവരുടെ നഗരവികസനം? ഇടതും വലതും ഒന്നല്ലെന്ന് ജനത്തിന് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ തിരുവനന്തപുരത്ത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ മാധ്യമങ്ങളുടെ വാർത്താ ആഘോഷം കാണാമായിരുന്നു. ഇതിപ്പോ ഒരു മാപ്പറകളും കണ്ടിട്ടില്ല. തലസ്ഥാനത്തെ തിരുവനന്തപുരം നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള കംഫർട്ട് സ്റ്റേഷനിലെ ഡ്രെയിനേജും ഓടയും കൂടെ പൊട്ടിയാണ് നഗരത്തിലെ ഫുട്പാത്തിലൂടെ ഒഴുകുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടായിട്ട് എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ ഡീലിംഗ് നടക്കുന്നത്. ആ മാധ്യമ ഡീലിംഗിന്റെ തണലിൽ അധികാരം എത്തിയവരുടെ കഴിവുകേട് എന്താണെന്ന് ഒരു മാസത്തിനകം തന്നെ ദൃശ്യമാവുകയാണ്. നേരത്തെ കൊച്ചിയിലെ അവസ്ഥ അത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരിടത്ത് അനിയൻ ബാവയാണെങ്കിൽ മറ്റൊരിടത്ത് ചേട്ടൻ ബാവ. കൊച്ചിയിലേക്ക് വരുമ്പോൾ സഭകൾ ഇടപെട്ടാണ് എന്ത് ചെയ്തത്? ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടന്ന കൊച്ചി കോർപ്പറേഷനെ മത അടിസ്ഥാനത്തിൽ കൺസോൾട്ടേഷൻ, അല്ലെങ്കിൽ അവിടെ മതങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ വർഗീയതയെ യോജിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു. നോക്കിയേ, നഗരം പഴയ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും മാപ്രകൾക്ക് വിഷമമുണ്ടോ? കൊച്ചി നഗരത്തെ കേവലം ഒരു മാസം കൊണ്ട് വേസ്റ്റ് ഡംപിംഗ് കേന്ദ്രമാക്കി നഗരത്തെ മാറ്റിയതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വലിയ വാർത്താ വിസ്ഫോടനം ഉണ്ടാകുന്നുണ്ടോ? ഒരു ഭരണ സംവിധാനമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ജനങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വലിയ മാറ്റമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരു മാസത്തിനകം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വന്നിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. ആദ്യഘട്ടത്തിൽ വന്നതിന് ശേഷം കുറ്റമറ്റ രീതിയിൽ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ? തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം നഗരം മുഴുവൻ മാലിന്യ കൂമ്പാരമായിരുന്നു. നേരത്തെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ നേരം പുലരുന്നതിന് മുന്നോടിയായിട്ട് നഗരം ശുദ്ധീകരിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ അതൊന്നും വാർത്തയല്ല, അതൊന്നും നാട്ടുകാരെ കാണിക്കേണ്ടതില്ല. അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നാട്ടുകാർ അറിയണം. എന്തായാലും ഈ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കണ്ടിരിക്കണം. എന്താണ് മാറ്റമെന്നതിനെ സംബന്ധിച്ച് ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാണുക, വിലയിരുത്തുക, തിരിച്ചറിയുക. ഇടതുഭരണം അവസാനിച്ചതോടെ കേരളത്തിലെ രണ്ടു പ്രധാന നഗരങ്ങൾ പഴയ നിലയിലേക്ക് മടങ്ങുകയാണ്. കൊച്ചിക്ക് പിന്നാലെ തലസ്ഥാന നഗരിയും ഇപ്പോൾ പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് മേയർ അധികാരത്തിലെത്തി കേവലം ഒരു മാസം പിന്നിട്ടപ്പോഴാണ് കൊച്ചിയിലെ നിരത്തുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയത്. ദുർഗന്ധം വമിക്കുന്ന പാതയോരങ്ങളെക്കുറിച്ച് പരാതിയുമായി പൊതുജനങ്ങളും രംഗത്തെത്തിയിരുന്നു. കൊതുക് ശല്യവും വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോഴിതാ തേനും പാലും ഒഴുക്കുമെന്ന് അവകാശപ്പെട്ട് BJP അധികാരം പിടിച്ച തിരുവനന്തപുരം നഗരവും നാറാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മാലിന്യം നിരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പൊട്ടിയൊലിക്കുന്ന ഓടകൾ പതിവ് കാഴ്ചയായി. ഇതാണോ സംഘികൾ പറഞ്ഞ ബ്ലൂ പ്രിന്റ്? ഇതാണോ അവരുടെ നഗരവികസനം? ഇടതും വലതും ഒന്നല്ലെന്ന് ജനത്തിന് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്.